നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരിക എന്നുള്ള സ്വപ്നം കുറച്ചുകൂടി ഈസി ആയിരിക്കണം. ഞാൻ ഓസ്ട്രേലിയയിലേക്ക് നേഴ്സായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ ഇപ്പോൾ UK-ലോ അയർലൻഡിലോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ ആൻഡ് ഒണ്ടാരിയോ ഈ സ്ഥലങ്ങളിലുള്ളവരോ സിംഗപ്പൂർ, സ്പെയിൻ ഇത്രയും രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പുതിയ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരിക്കുകയാണ്. ജനറൽ രജിസ്ട്രേഷൻ ഫോർ ഇൻ്റർനാഷണൽ നഴ്സസ് എന്ന സ്റ്റാൻഡേർഡിൽ 2 പുതിയ പാത്വേസ് NMBA നാഷണൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. പാത്വേ 1 ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ അവിടെയാണ് ക്വാളിഫിക്കേഷൻ, അവിടെയാണ് നിങ്ങൾ നഴ്സിംഗ് പഠിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ആകെ വേണ്ടത് 1800 മണിക്കൂർ അവിടെ വർക്ക് ചെയ്തു എന്നതിൻ്റെ എവിഡൻസ് ആണ്. അത് 2017 ശേഷം ആയിരിക്കണം. അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വിച്ച് സേസ് ദാറ്റ് യു ആർ സ്കിൽഫുൾ, നിങ്ങൾ അവിടെ വർക്ക് ചെയ്ത് നന്നായിട്ടാണ് എന്ന രീതിയിൽ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും ബാക്കി ജനറൽ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ്, ഇംഗ്ലീഷ് എക്സാമിൻ്റെ റിസൾട്ട്സ്, ബാക്കി ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക്, എവറിത്തിങ് ദാറ്റ്സ് ഫോർ ജനറൽ രജിസ്ട്രേഷൻ അത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. പാത്വേ 2 ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ പഠിച്ചൊരു നേഴ്സാണ്, എന്നെ പോലെ തന്നെ നിങ്ങൾ UK-ക്കോ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കോ പോയത് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കൺട്രീസിലെ രജിസ്ട്രേഷൻ അക്വയർ ചെയ്യാൻ വേണ്ടി എടുത്ത എക്സാമോ അല്ലെങ്കിൽ കോഴ്സോ അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അവിടുത്തെ രജിസ്ട്രേഷനും ഈ പറഞ്ഞ സെയിം വർക്ക് അവേഴ്സ് 1800 മണിക്കൂർ വർക്ക് ചെയ്തു എന്നതിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ ഫ്രം യുവർ എംപ്ലോയർ ആൻഡ് ഓൾ ദി അതർ ജനറൽ രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നാട്ടിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണിത്. ഇത് മീൻസ് 2 things. ഒന്ന്, നിങ്ങൾക്ക് ഈസിയാണ് രജിസ്ട്രേഷൻ, നേരെ അപ്ലൈ ചെയ്യാം. ന്യൂസിലൻഡിൽ അപ്ലൈ ചെയ്തിട്ട് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ ചെയ്ത് അത് ഇങ്ങോട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഈസ് നിങ്ങൾക്ക് സമയം കുറയ്ക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള പൈസയും സമയവും കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇത് ഒരു ചലഞ്ച് കൂടിയാണ്. ഇത് എപ്പോൾ സ്റ്റോപ്പ് ആവുമെന്ന് നമുക്കറിയത്തില്ല. ഇവരിപ്പോൾ ഇതിൻ്റെ NMBAയുടെ ചെയർമാൻ പറഞ്ഞേക്കുന്നത് ഇത് ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്തേക്കുന്നത് നമ്മുടെ ഇവിടുത്തെ രജിസ്റ്റേർഡ് ക്വാളിറ്റി രജിസ്റ്റേർഡ് നഴ്സസ്, ദാറ്റ്സ് ദ മെയിൻ തിങ്, ക്വാളിറ്റി രജിസ്റ്റേർഡ് നഴ്സസിൻ്റെ നമ്പേഴ്സ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ അതെപ്പോൾ ആ നമ്പർ എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ആ നമ്പർ എത്തുമ്പോൾ അവർ ഈ പാത്വേ സ്റ്റോപ്പ് ചെയ്യാം. സോ ബി ക്യുക്ക്. രണ്ടാമത്തെ ചലഞ്ച് വരാൻ പോകുന്നത് ഇത് നമ്പർ ഓഫ് രജിസ്ട്രൻസ് ഇൻക്രീസ് ആവും. അപ്പം ജോലിക്ക് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നവരുടെ എണ്ണവും ഇൻക്രീസ് ആവും. സോ മേക്ക് ഷുവർ യു ഹാവ് എ ഗുഡ് CV, യു ആർ വെൽ പ്രിപ്പയർഡ് ഫോർ യുവർ ഇൻ്റർവ്യൂ വൺസ് യു ഹാവ് ദ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഈസി ആയിരിക്കാം, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് കുറച്ച് ചലഞ്ചിങ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇഫ് യു നീഡ് എനി അസിസ്റ്റൻസ് അറൗണ്ട് ദാറ്റ്, പ്ലീസ് ലെറ്റ് us know and all the best.